ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്നേഹ സ്റ്റൈൽ. ഈ ജന്മാഷ്ടമിക്ക് നിങ്ങളെ വീട്ടിലെ കുഞ്ഞുവാവകളെ എങ്ങനെ കൃഷ്ണനായിട്ട് ഒരുക്കുന്നതെന്നും അതിന് കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നല്ലതുപോലെ അവരെ കളിപ്പിച്ച് നല്ല ഉറക്കം വരുമ്പോഴത്തേക്ക് ഉറക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞാവകളല്ലേ, അവരിരുന്ന് തരത്തില്ല. ഇപ്പൊ ഞാൻ അർഷിവിനെ കുറച്ച് ലേറ്റ് ആയിട്ട്, എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് നിന്ന് കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് നല്ല കുറേ നേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിപ്പിച്ച് അതിനുശേഷം അവൻ നല്ല ക്ഷീണിച്ചതിന് ശേഷമാണ് ഉറക്കിയത്. അതുകൊണ്ട് തന്നെ അവൻ കുറേ നേരം കയ്യിലിരുന്ന് ഉറങ്ങും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഖത്തുള്ള എണ്ണവിഴുക്കൊക്കെ നല്ല തുടച്ച് മാറ്റിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ കരിയൊക്കെ തേക്കുമ്പോൾ എല്ലാം സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ആദ്യം എണ്ണവിഴുക്കൊക്കെ മാറ്റണമെന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ഇയർബഡിൽ കുറച്ച് കാജൽ ഡിപ്പ് ചെയ്ത് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള കാജലൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നല്ല കറുപ്പ് തോന്നുന്നത്, അല്ലാതെ നല്ല ലൈറ്റ് കളറിലാണ് ഞാൻ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു സ്ക്വയറിൻ്റെ പോയിന്റ് വെച്ച് ഇതുപോലെ ശിങ്കാർ, റെഡ് ശിങ്കാർ, മറൂൺ ശിങ്കാർ ആയാലും റെഡ് ശിങ്കാർ ആയാലും മതി, അത് വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഇതുപോലെ ഫസ്റ്റ് 2 ലൈൻ വരച്ച് കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം ഇതുപോലെ കർവ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. എൻ്റെ ലാസ്റ്റ് വീഡിയോ, ബലരാമിൻ്റെ വീഡിയോയില്ലേ, അതിലും സെയിം ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആ പോയിന്റ് വെച്ച് അതൊന്ന് നല്ല ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ താഴത്തെ ആ കർവ് ചെയ്തതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു ചെറിയ റൗണ്ട് കണക്ക് ചെയ്യുന്നുണ്ട്. ഈ മുകളിലത്തെ തിലകില് അതിലും ആ 2 എൻഡിലും ഒരു പോയിന്റ് ഇതുപോലെ കൊടുത്താൽ മാത്രമേ അതിന് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നത്തുള്ളൂ. എന്നിട്ട് പിരികത്തിന്റെ 2 എൻഡിലായിട്ട് മെറൂൺ ശിങ്കാർ വെച്ച് തന്നെ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ സൈസിലുള്ള, നമ്മൾ തിലകിന്റെ സെന്ററിലിട്ട് ആ ഒരു സൈസിലുള്ള ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അവരെങ്ങനെ ഇരുന്നാലും കാണത്തക്ക രീതിയിൽ വേണം 2 ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മെറൂൺ ശിങ്കാറിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈറ്റ് ശിങ്കാർ എടുത്ത് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് വരച്ചു കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ, തിലകിൻ്റെ സെൻറ്ററിലായിട്ട്. ഭയങ്കര നൈസായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്, കാരണം തിലകിൻ്റെ മെറൂൺ ശിങ്കാർ നല്ല കട്ടിക്കായിട്ടേക്കുന്നത്. സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു വര കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ആ തിലകിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊടുത്ത മറൂൺ ഡോട്ടിൻ്റെ ചുറ്റും ആ ടൂത്ത് പിക്ക് വെച്ച് തന്നെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കണം. നല്ല ചെറുതായിട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ നിറച്ച് നമുക്ക് ഇടാനും പറ്റും, നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിരികത്തിൻ്റെ 2 സൈഡിൽ ഇട്ടേക്കുന്ന ആ ഒരു മറൂൺ ഡോട്ടിൻ്റെ ചുറ്റും ചെറിയ ചെറിയ ഇതുപോലെ കുത്തുകുത്തായിട്ട് ഇട്ട് കൊടുക്കുക. പിരികത്തിന്റെ മുകളിലായിട്ടും മറൂണും റെഡും മാറി മാറി ഇട്ട് കൊടുക്കാറുമുണ്ട്. ഞാൻ അത്രയും ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ലിറ്റിൽ കൃഷ്ണ മേക്കപ്പാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതുപോലെയുള്ള ലിക്വിഡ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല തിൻ ലെയർ ഇട്ട് കൊടുക്കണം. കളർ നല്ല കാണുകയും ചെയ്യണം, നല്ല തിൻ ലെയർ കഴിക്കണം. നല്ല കട്ടിക്ക് തിക്കായിട്ടൊരു ഡ്രോപ്പായിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങാനും പാടാണ്. അവർ ചെറുതായിട്ട് തൊട്ടാൽ തന്നെ അത് മൊത്തം സ്പ്രെഡ് ആവും. പിന്നെ കണ്ണ് എഴുതി കൊടുക്കുകയാണ്. കണ്ണ് ഞാൻ ഭയങ്കര വാലിട്ടല്ല എഴുതുന്നത്, മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇയർബഡ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഇയർബഡ് വെച്ച് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ സ്റ്റിക്കുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ശ്രദ്ധിച്ച് വേണം കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഈ സ്റ്റിക്കുകൾ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇൻ കേസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയാണെങ്കിൽ അവർ മുഖത്ത് കയറി കൊള്ളും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, സ്റ്റിക്കുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ല, അത് കുഞ്ഞ് ഇപ്പോഴും ഞെട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം ഇതുപോലെ ഇയർബഡ് വെച്ച് ചുമ്മാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കറുപ്പിച്ച് കൊടുത്താൽ മാത്രം മതി.
ഇതിപ്പോൾ അർഷീവ് നല്ല ഉറങ്ങുന്ന സമയമായതുകൊണ്ടും അവൻ പെട്ടെന്ന് എഴുന്നേൽക്കില്ല എന്നറിയാവുന്നത് കൊണ്ടും മാത്രമാണ് ഞാൻ ആ സ്റ്റിക്ക് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാനും ചെറുതായിട്ട് ഇയർബഡ് വെച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളായിരുന്നു. താഴെയും ഞാൻ ചെറുതായിട്ട് എന്ന് വെച്ചാൽ കണ്ണിനകത്തോട്ടല്ല, പോളയുടെ താഴെ ഈ കൺപീലിയൊക്കെ ഉള്ളു അതിൻ്റെ താഴെയാണ് ഞാൻ ചെറുതായിട്ട് കറുപ്പിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഷെയ്ഡ് കൊടുത്ത ഐബ്രോസ് ഒന്ന് പൗഡർ വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജ്വല്ലറീസ് ഒക്കെ ഇട്ട് ധോത്തി ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ജ്വല്ലറീസ് ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ജ്വല്ലറീസ് ഇതുപോലത്തെ അക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കണം. ഭയങ്കര അവർക്ക് വെയിറ്റ് തോന്നിക്കുന്നതോ ഹെവി അയക്കുന്നതോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ അവർ ഫോട്ടോ എടുക്കാനോ ഒന്നിനും നിന്ന് തരത്തില്ല, ഭയങ്കര നിർബന്ധമായിരിക്കും. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബീഡ്സ് വെച്ചിട്ട് ചെയ്തതാണ്. നമുക്കിപ്പോൾ ഫാൻസി ഷോപ്പിലാണെങ്കിലും നമുക്ക് എവിടെ സ്റ്റേഷനറി ഷോപ്പിലാണെങ്കിലും ഇപ്പം എലാസ്റ്റിക് തങ്കൂസ് കിട്ടും. അത് വെച്ച് ബീഡ്സ് കൊരുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ അവർക്ക് വെയിറ്റും തോന്നത്തില്ല, അവരുടെ സൈസിന് അവർക്ക് ടൈറ്റ് ആവാതെ ഇട്ട് കൊടുക്കുക. നല്ല നൈസാണ്. അപ്പോൾ അതെത്തി 2 ലെയറാക്കി ബീഡ്സ് കൊരുത്താൽ മാത്രം മതി. ഇൻ കേസ് ആർക്കെങ്കിലും ഡീറ്റെയിൽ വീഡിയോ വേണം, ഇതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ അത് ഇടുന്നതാണ്. കണ്ടോ, ഞാൻ അവന് ഇട്ട് കൊടുത്തത് അവൻ അറിഞ്ഞതേ ഇല്ല. അവന് ഒട്ടും എന്താണ് അൺകംഫർട്ടബിൾ അല്ല ഇട്ടേക്കുന്ന ജ്വല്ലറീസ്. അങ്ങനെ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സെയിം സാധനം തന്നെ അവൻ്റെ മുടിയിലും ഞാൻ ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അർഷിവിന് ഇതുപോലെ വട കെട്ടിയിട്ട് അതിൽ പീലി വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇൻ കേസ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വട കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മളെ ലേസർ ഉണ്ടല്ലോ, സാരി ലേസർ, അത് വെച്ച് അതിൽ മയിൽപ്പീലി ഒട്ടിച്ച് വെച്ചിട്ട് തലയിൽ ഒരു കെട്ട് കണക്ക് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. തലക്കെട്ട് കണക്ക് കെട്ടിക്കൊടുത്താൽ മതി. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ബലരാമന് ചെയ്തു കൊടുത്തില്ലേ തലക്കെട്ട്, അതുപോലെ ചെയ്തു കൊടുത്താൽ മതി. നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അർഷി വരുന്നില്ല. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കായിരുന്നു. പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് അവ ഒന്ന് ആരവിൻ്റെ കൂടെ ഇരുന്ന് ഓരോന്ന് കാണിക്കാനൊക്കെ തുടങ്ങിയത്. ആരവിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം 3 ഇയേഴ്സിന് മുമ്പ് ആരവിനെ ഞാൻ കൃഷ്ണനായിട്ട് ഒരുക്കിയായിരുന്നു. ആരവിനെ കൃഷ്ണനും തീയെ നമ്മുടെ രാധയായിട്ട് ഒരുക്കിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തു. കാരണം എനിക്കതെന്തോ ആഡ് ചെയ്യാൻ തോന്നി, അങ്ങനെ അങ്ങ് ആഡ് ചെയ്തു. ഒരിക്കലും മറക്കാത്ത കുറച്ച് മെമ്മറീസാണത്. ഇപ്പോൾ ഇത് ആരൂട്ടനെയും അർഷൂട്ടനെയും കൃഷ്ണനും ബലരാമനുമായിട്ട് ഒരുക്കി നിർത്തിയേക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് കുറച്ച് ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എൻ്റെ കുട്ടി കൃഷ്ണനെയും കുട്ടി ബലരാമൻ്റെയും മേക്കപ്പ് വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി. ഓക്കെ, ബൈ.